നമസ്കാരം. 2025 മെയ് മാസം 18-ാം തീയതി ഞായറാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരിൽ ചില ജാതകർക്ക് ശത്രുജയം, സൽപ്രവൃത്തി, സൽക്കർമ്മം, ഭാഗ്യാനുഭവം, ധനനേട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ്. ഏത് നാളുകാർക്കാണ് ആ ഭാഗ്യം ഉണ്ടാകുക എന്നുള്ളത് ചിന്തിക്കാം. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം നോക്കാം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ഞായറാഴ്ച ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. ബുദ്ധി കൊണ്ട് ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവ് മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മക്കൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകുവാനാണ് സാധ്യത. ഈ ജാതകരെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ അലട്ടുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും മാതാവിനെ കൊണ്ട് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. എന്നാൽ ഈ ജാതകരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ രോഗം, ശത്രുത, കടബാധയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇവരെ അലട്ടുവാനും സാധ്യതയുണ്ടെന്നുള്ളതും ഒരു പ്രത്യേകത നിറഞ്ഞ ദിവസമായിട്ട് ഞായറാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവം ആണെങ്കിൽ പോലും ഭാര്യയും ഭർത്താവും അകൽച്ചയ്ക്കോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിനോ ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇപ്പോൾ ഇവർക്ക് മാരകമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യം ഇവരെ തുണയ്ക്കുന്ന ഒരു സമയമല്ല ഇപ്പോൾ നിലവിലുള്ളത്. ഭാഗ്യക്കെടുകളൊക്കെ ആയിട്ടാണ് ജീവിതാനുഭവങ്ങളൊക്കെ വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. തൊഴിൽപരമായിട്ടുള്ള വലിയ ഉന്നതിയൊന്നും ഇവർക്ക് ഉണ്ടാകുന്ന ദിവസമല്ല. നഷ്ടസാധ്യതകളാണ് കൂടുതലായിട്ടും വന്നു ചേരുക. മാതാവുമായിട്ടുള്ള ശത്രുത ഉൾപ്പെടെയുള്ള പലവിധമായ പ്രതിസന്ധികൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മേടക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. മേടക്കുറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ ദശാകാലത്തിന് നേട്ടമുള്ളവർക്കായിരിക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാർ ദൈവാധീനമില്ലാത്തവരായി മാറുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. നീചമായിട്ടുള്ള കൂട്ടുകെട്ടുകളിലൊക്കെ അകപ്പെട്ട്, നീചബന്ധത്തിലൊക്കെ അകപ്പെട്ട് ദുഃഖിതരായി തീരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാർ അറിഞ്ഞിരിക്കണം. ദൈവാധീനമില്ലാത്ത അവസ്ഥയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. ആപത്തനങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ശനിയാഴ്ച ദിവസം അനുഭവമല്ല ഞായറാഴ്ച ദിവസത്തെ അനുഭവം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ശനിയാഴ്ച ദിവസത്തെ അനുഭവം അല്ലായിരിക്കും ഞായറാഴ്ച ദിവസത്തെ അനുഭവം. അതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഞായറാഴ്ച ദിവസം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് നിൽക്കുന്നത്. ശനിയുടെ ശത്രു നിറഞ്ഞ ദൃഷ്ടി ഈ സൂര്യന് മേൽ പതിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശത്രുത വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല എന്നുള്ളതൊരു പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നു. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹനങ്ങൾ ഭാഗ്യാനുഭവങ്ങളായി മാറുവാനും മാതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ ഭാഗ്യാനുഭവങ്ങളായി മാറുവാനും ഒക്കെ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ സ്ഥിതിയൊന്നും മെച്ചമല്ല. മക്കളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും പെൺമക്കൾ മുഖേനൊന്നും ഉണ്ടാകുന്ന സാഹചര്യമല്ല. രോഗം, ശത്രുത, കടബാധകൾ, വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അലട്ടിയില്ലെങ്കിലും മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്നൊരു സാഹചര്യമല്ല. അല്പസ്വല്പ അഭിപ്രായ വ്യത്യാസവും പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണെങ്കിലും അത് ചിലർക്കൊക്കെ ഭാഗ്യക്കേടുകളായിട്ട് മാറുവാൻ, ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിട്ട് വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ചിലരെയൊക്കെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാം. ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം കാര്യമായിട്ട് ഉണ്ടാകണമെന്നുമില്ല. ഈ ജാതകരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നേട്ടം, അവിചാരിതമായിട്ട് ഒരു ലാഭം അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ലാഭം, നേട്ടം ഉണ്ടാകുന്നൊരു അനുഭവം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണിപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു നേട്ടം ഈ ജാതകരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാം എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്കുണ്ടാകുമെന്നും ജ്യോതിഷം പറയുന്നു. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ര നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമല്ല ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുദ്ധിപരമായിട്ടുള്ള പരാജയം, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും, തലവേദന, നേത്രരോഗം, അങ്ങനെയുള്ള പലവിധത്തിലുള്ള പ്രതിസന്ധികളും ധനനഷ്ടമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്.
കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഈ ജാതകർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വലിയ നേട്ടങ്ങളൊന്നും മിഥുനക്കുറുകാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല ഞായറാഴ്ച ദിവസം. ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇത് ഒരുപക്ഷെ ബാധകമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചില കാര്യങ്ങളിൽ തരക്കേടില്ലാത്ത അനുഭവങ്ങളും വന്നു ചേരുമെന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മെച്ചപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് അതും പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷെങ്കിൽ ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖമോ ധനപരമായ നേട്ടമോ കാര്യമായിട്ടുണ്ടാകാതെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഭാരപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത്. രോഗം, ശത്രുത, കടബാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുവാനും സാധ്യതയുണ്ട്. അത് സംബന്ധിച്ചുള്ള നീചമായ അവസ്ഥ ചിലർക്കൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മക്കളെ കൊണ്ടുള്ള സ്ഥിതി, പ്രത്യേകിച്ച് പെൺമക്കളെ കൊണ്ടുള്ള സ്ഥിതി ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഞായറാഴ്ച ദിവസം വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല നേട്ടങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ്. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ പ്രീതിയും പ്രശംസയും ബഹുമതിയും ഒക്കെ വന്നു ചേർന്ന് അതോടൊപ്പം തന്നെ ധനപരമായ നേട്ടമൊക്കെ ഈ ജാതകരിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഞായറാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നേട്ടം ഉണ്ടാകും. ബുദ്ധിപരമായ വിജയം പ്രതീക്ഷിക്കാം. പിതാവിൻ്റെ പിതാവ് മുഖേനയുള്ള ബന്ധങ്ങളുമൊക്കെ നല്ലൊരു നിലയിലേക്ക് എത്തിച്ചേരുന്ന പിതാവിൻ്റെ കുടുംബക്കാരൊക്കെ നല്ലൊരു സ്നേഹവും സഹകരണവും കാണിക്കുന്ന ദിവസമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അംഗീകാരമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസവുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല കുട്ടികൾ, അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ കർക്കിടകക്കുറുകാർക്കുണ്ടാകുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഞായറാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത വിജയവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് അനുകൂലമായൊരു ദിവസമാണ്. സൽപ്രവൃത്തി ചെയ്യുവാനും ശത്രുക്കളെ ജയിക്കുവാനും നല്ല ദാമ്പത്യ ജീവിതം നയിക്കുവാനും ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാനും നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല കുട്ടികൾ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ കൂടി കർക്കിടകക്കുറുകാർ കടന്നു പോകുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഭാര്യാസുഖം, ഭർത്തൃസുഖം, സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങളൊക്കെ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ്. ഉന്നതരാൽ ബഹുമാനിക്കപ്പെടുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ചിലർ രോഗത്താൽ ഭാരപ്പെടുവാനും സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുഖേനുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ലെങ്കിലും മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അവർക്ക് നല്ലൊരു അനുഭവമായി വന്നു ചേരുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധികൾ, വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇവരെ അലട്ടത്തില്ല. എങ്കിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഈ ജാതകരുടെ ജീവിതത്തിലുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നുണ്ടെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യമായ അനുഭവങ്ങളൊന്നും ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഇവർക്ക് വളരെ നേട്ടമായിട്ട് നിൽക്കുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനപരമായിട്ടുള്ള ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വലിയ രീതിയിൽ ലഭിക്കുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ധനനേട്ടം ഒക്കെ ഇവർക്ക് വലിയ രീതിയിൽ ലഭിക്കുന്ന ഒരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ ഏറെക്കുറെ കൂടുതലായിട്ടും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർ സത്യസന്ധരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു ദിവസമാണ്. ഈശ്വരവിശ്വാസം വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ്. അറിവ് കൊണ്ട് ഉന്നതരാൽ ബഹുമാനിക്കപ്പെടുവാനും ബന്ധുജന ഭാഗ്യമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പിതാവുമായിട്ടുള്ള അനിഷ്ടത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുവാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലർ പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ ശത്രുതയിലോ എത്തിച്ചേരും. എന്നാൽ സത്യസന്ധതയോടുകൂടി ഇവർ ജീവിക്കുകയും ദൈവവിശ്വാസം ഇവരിൽ വർദ്ധിക്കുകയും ചെയ്യും. ഇവരുടെ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മറ്റുള്ളവരോട് സത്യസന്ധമായി തുറന്നു പറയാനോ അത് പരിഹരിക്കപ്പെടുവാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ദിവസമാണെങ്കിലും ചിലപ്പോൾ അതിന് സാധിച്ചെന്ന് വരികയില്ല എന്നുള്ളൊരു പ്രശ്നവും ഉണ്ടാവും. അപ്പോൾ അതും അറിഞ്ഞിരിക്കണം. അത് ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ചിലർക്കൊക്കെ ഭാഗ്യവും ചിലർക്കൊക്കെ ഭാഗ്യക്കേടുകളും കൊടുക്കുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഭാഗ്യക്കേടുകൾ ഉണ്ടാകുന്നവർ പിതാവുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരും. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഏതെങ്കിലും വിധത്തിൽ പിതാവുമായിട്ടുള്ള അകൽച്ചയിൽ എത്തിച്ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇവരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടമൊക്കെ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ അങ്ങോട്ട് ഉണ്ടാകുന്നില്ല. ലാഭഭാവത്തിൽ നീചഗ്രഹമാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു
നേട്ടം ഇവരുടെ ജീവിതത്തിൽ അങ്ങോട്ട് വന്നു ചേരുന്നില്ല. അവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, വലിയൊരു നേട്ടം ജീവിതത്തിൽ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തടസ്സപ്പെട്ടു പോകുന്നു. അപ്പോൾ കുറേ കാര്യങ്ങളിൽ നേട്ടവും കുറേ കാര്യങ്ങളിൽ ദോഷവും. ചിലർക്ക് അനുഭവങ്ങൾ സമ്മിശ്രമായിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലർ സത്യസന്ധതയോടുകൂടി ദൈവവിശ്വാസത്തോടു കൂടി ജീവിക്കും. ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവരിൽ വന്നു ചേരും. അറിവ് ഉള്ളവരെ പോലെ പെരുമാറും. ബന്ധുജന ഭാഗ്യമൊക്കെ അവർക്ക് വന്നു ചേരും. പിതാവിന് മുഖേനുള്ള ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുമ്പോൾ ചിലരെ സംബന്ധിച്ച് പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. പിതാവുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലർക്ക് കാര്യവിജയമൊക്കെ മാതാവ് മുഖേന ഉണ്ടാകുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ ഈ അനുഭവത്തിൽ കൂടി ആയിരിക്കും കന്നിക്കൂറുകാർ ഞായറാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അവരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നൊരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. എങ്കിലും അറിവുള്ളവരെ ബഹുമാനിക്കുമെങ്കിലും തെറ്റായ മാർഗ്ഗങ്ങളിൽ കൂടി സഞ്ചരിക്കുവാൻ സാധ്യതയുണ്ട്. അതിയായി വിശ്വസിക്കുന്നതിന് തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒന്നവർക്ക് അനുകൂലമാകണമെന്നില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് ഭാഗ്യകരമായ അനുഭവമായി വന്നു ചേരുന്നൊരു സാഹചര്യവുമാണെന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. ഈ ജാതകരെ സംബന്ധിച്ച് വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയൊരു നേട്ടം തന്നെ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണെന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും തിരക്കേടില്ലാതെ പോകുന്നു. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ കടന്നു പോകാൻ പറ്റുന്ന, കടബാധ്യതയാലോ മറ്റ് ശത്രുതയാലോ പ്രശ്നങ്ങളാലോ ഒന്നും ഭാരപ്പെടാതെ നല്ല ഒരു ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകാൻ പറ്റുന്ന അനുകൂലമായ സാഹചര്യം തുലാക്കൂറുകാർക്കുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ രോഗം, ശത്രുത, കടബാധ്യതയുള്ള സകല പ്രശ്നങ്ങളും ഭാഗ്യം കൊണ്ട് പരിഹരിക്കപ്പെട്ടു പോകാനുള്ള അനുകൂലമായ സാഹചര്യം ഇവർക്ക് നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെയുള്ള അനുകൂല സാഹചര്യങ്ങൾ ഇവർക്ക് നിൽക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് തുലാക്കൂറുകാർ അറിഞ്ഞിരിക്കുക. മാതാവിനെ കൊണ്ടുള്ള കാര്യവിജയമൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ഈ നീചമായ അനുഭവങ്ങളും കാര്യങ്ങളിലൊക്കെ മാതാവ് മുഖേനയും തൊഴിൽപരമായിട്ടും ഒക്കെ നീചമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത് ചിലർക്ക് ദശാകാലത്തിൻ്റെ സമയം വളരെ മോശമായിട്ടുള്ളവർക്കാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളതും എടുത്തു പറഞ്ഞു തരുന്നു. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലം അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഭാര്യാഭർത്തൃ സുഖാനി ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം. മനോദുഃഖം, മാനഹാനി ഒക്കെ ഉണ്ടാകും. ദേഷ്യം ഉണ്ടാകും. മനസ്സിന് ഉറപ്പില്ലാത്തതുകൊണ്ട് ടെൻഷൻ അടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. കുടുംബസുഖം, ധനപരമായ നേട്ടവും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരണമെന്നില്ല. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. ആൺകുട്ടികളെ കൊണ്ടാണ് നല്ല അനുഭവം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. രോഗം, ശത്രുത, കടബാധ്യതകളിൽ നിന്നൊക്കെ ഉള്ള മോചനം ഇവർക്കുണ്ടാകുന്നൊരു ദിവസവുമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് പുരുഷ ജാതകർക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമായതുകൊണ്ട് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനാവശ്യമായിട്ട് ചിലവുകളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് മംഗല്യഭാഗ്യത്തിന് അനുകൂലമായൊരു സമയമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഭാഗ്യം, വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യം തുണയ്ക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും ചിലർക്കൊക്കെ ഭാഗ്യക്കേടുകളായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം നീചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ളൊരു കാര്യവും അറിഞ്ഞിരിക്കുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ശത്രു നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. തൊഴിലാണെങ്കിൽ ശത്രുതയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വലിയ മെച്ചപ്പെട്ട രീതിയിലൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല. നഷ്ടസാധ്യതകൾ സ്ത്രീകൾ മുഖേന വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ജാതകരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് വലിയ ധനധാന്യ നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. നല്ല ദാമ്പത്യ ജീവിതമൊക്കെ നയിക്കാൻ പറ്റും. ബന്ധുസ്നേഹം വർദ്ധിക്കും. നല്ല ആരോഗ്യമുള്ള ദിവസം. ശത്രുക്കളെ ജയിക്കാൻ പറ്റുന്ന ദിവസം. സൽപ്രവൃത്തികൾ ചെയ്യുന്ന ദിവസം. ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവരെ തേടി വരുന്ന ദിവസം. അങ്ങനെ ഈ ജാതകർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടം ഒരുപക്ഷെ മോശമാകാം. സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങൾ മോശമായാലും ഇവർക്ക് സൗഭാഗ്യകരമായ അനുഭവങ്ങൾ ഞായറാഴ്ച ദിവസം, ധനധാന്യ നേട്ടം ഉൾപ്പെടെയുള്ള എല്ലാവിധമായ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെ എല്ലാവിധമായ നല്ല അനുഭവങ്ങളും ഞായറാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ബുദ്ധിശക്തി കൂടുതലാകുമെങ്കിലും ധനത്തിൻ്റെ സ്ഥിതി മോശമാകും. ബന്ധുക്കളുടെ സഹകരണം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല.
ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അലട്ടുവാൻ സാധ്യതയുണ്ട്. പുത്രദുഃഖ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവർക്ക് പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ ബന്ധുക്കളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ സഹകരണം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിവോടുകൂടി ജീവിക്കുക. വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. നീചമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. ഈ ജാതകരെ സംബന്ധിച്ച് പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതല്ലാതെ ആൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സമയമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. രോഗം, ശത്രുത, കടബാധ്യതകളുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു പരിധിവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. എന്നാൽ ഈ ജാതകരുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും വിധത്തിലുള്ള ടെൻഷനോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ ഏർപ്പെടുന്ന കാര്യങ്ങൾ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതാണൊരു വിഷയം. അപ്പോൾ അങ്ങനെ ശത്രുതയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇപ്പം തൊഴിലിടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. തൊഴിൽ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ, കംപ്ലൈൻറ്റുകൾ, പരാതികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം. അല്ലാത്ത പക്ഷം അവിടെ മറ്റുള്ളവരുടെ ആക്ഷേപവും നിന്ദിയൊക്കെ ഏൽക്കുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണമെന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ വലിയ നേട്ടം തന്നെയാണ്, കുറേ കാര്യങ്ങളിൽ പരാജയമുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടും 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയൊരു നേട്ടമായിട്ട് തോന്നുമെങ്കിലും ആ നേട്ടമൊന്നും ഇവരുടെ ജീവിതത്തിൽ ഒരു ലാഭകരമായ അനുഭവത്തെ കൊടുക്കത്തില്ല. നഷ്ടസാധ്യതയിലേക്ക് തള്ളിവിടുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ കലഹമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ദിവസമാണ്. കേസിലും പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. സ്ത്രീകൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ കുടുംബത്തിൽ വന്നു ചേരുവാനും അത് മുഖേന ധനാപൂർത്തി ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് നീചമായ അവസ്ഥയിൽ കൂടി പോകുന്നു. എങ്കിലും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയിക്കാൻ തക്കമുള്ള അനുകൂലമായ സാഹചര്യം ഇവർക്കുണ്ട്. താനും മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ചിലർക്കൊക്കെ പ്രതികൂലമാകാം. എന്നാൽ ചിലർക്കൊക്കെ അനുകൂലമായി വന്നു ചേരാമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. രോഗം, ശത്രുത, കടബാധ്യതകളുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഈ ഞായറാഴ്ച ദിവസം അവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും ചിലരുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതുമുഖേന കുടുംബത്തിൽ കലഹമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നു ചേരാൻ സാധ്യതയില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യം തുണയ്ക്കുന്നത് മൂലം സ്ത്രീകൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ കുടുംബത്തിൽ വന്നു ചേരുന്നു. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നുമില്ല. ലാഭകരമായ അനുഭവങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൊണ്ട് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. നഷ്ടസാധ്യതകൾ ചെറിയ രീതിയിൽ അലട്ടുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് മൂത്ത സഹോദരൻ ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തോ അനർത്ഥങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കുവാനോ യാത്ര ചെയ്യുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ശത്രുനാശം സംഭവിക്കും. നല്ല ഭാര്യ, നല്ല മക്കൾ, അങ്ങനെയുള്ള നല്ലൊരു ജീവിതം നയിക്കുവാനും സാധിക്കും. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ച് ജീവിക്കണം. ശത്രുതയൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ശത്രുത ഉണ്ടായാലും ജയിക്കുവാൻ പറ്റുന്ന അനുകൂലമായൊരു സമയമായിരിക്കും ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു വരുവാനുള്ളത്. അപ്പോൾ പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യകരമായ അനുഭവം അല്ലെങ്കിൽ അതിനുള്ള താല്പര്യമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമായതുകൊണ്ട് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അനുകൂലമായൊരു സാഹചര്യമായതുകൊണ്ട് കുറേയേറെ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും. ആത്മീയമായിട്ടുള്ള കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുകയും അങ്ങനെയുള്ള ദൈവികമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നല്ല ഭാര്യ, നല്ല കുട്ടികൾ, നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള സർവ്വവിധമായ അനുഗ്രഹങ്ങൾ ഇവരിൽ ഉണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ ഉൾപ്പെടെ അനുകൂലമായ അനുഭവങ്ങളൊക്കെ ഇവരിലേക്ക് വന്നു ചേരുന്നൊരു സമയമാണെന്നുള്ളത് മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി നക്ഷത്രപരമായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ ബെൻ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.